സാധാരണക്കാർക്കൊക്കെ പഠിക്കാൻ പറ്റിയ രീതിയിൽ അറബി ഭാഷയുടെ മിനി ഗ്രാമറാണ് നാം ഈ ഒരു സെഷനിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൽപ്പനാക്രിയയെ നാം നേരത്തെ പരിചയപ്പെട്ടു. അതിൻ്റെ ഒരു സെക്കൻഡാണ് ഇപ്പം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ നിങ്ങളോട് നേരത്തെയുള്ള വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ട് മാത്രമേ ഇങ്ങോട്ട് വരാവൂ. അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലോ നിങ്ങൾക്ക് നഷ്ടപ്പെടും, കൃത്യമായി മനസ്സിലാവില്ല. അപ്പോൾ അതിലുള്ള രണ്ടാമത്തെ ഒരു പാർട്ടിൽ പറയാനുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അതിലെ കൽപ്പനാക്രിയ ഉണ്ടാക്കുന്നത് പ്രസൻറ്റ് ടെൻസിൽ നിന്നാണ്. പ്രസൻറ്റ് ടെൻസിൻ്റെ അക്ഷരങ്ങളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതില്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കൽപ്പനാക്രിയയാണ്. അമ്ര എന്നാണ് എൻ്റെ പേര് പറയാം. അമ്ര നമ്മൾ പഠിക്കുന്നത് അമ്ര ഹാദറാണ്. അതായത് നേരിട്ടൊരാളോട് സംവദിക്കുമ്പോൾ ചെയ്യൂ, വരൂ, എടുക്കൂ എന്ന് പറയാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു 6 വാക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പല രീതിയിലുണ്ടത്. അതിൻ്റെ വ്യത്യസ്തമായ രീതി നിങ്ങൾ റെഫർ ചെയ്യുക. മാത്രമല്ല അറബിക്കിൻ്റെ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ ബാക്കി പഠനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ആദ്യമായിട്ട് വർക്ക് ചെയ്യിച്ചു എന്ന് പറയാം. അതുപോലെ സ്റ്റാർട്ടാക്കി എന്നൊക്കെ പറയാൻ, മോട്ടർ ഓണാക്കി എന്നൊക്കെ പറയാൻ ശഗല എന്നൊരു വാക്കുണ്ട്. ശഗല പ്രവർത്തിപ്പിച്ചു എന്നാണ് ശഗല. ഓക്കെ, അതിൽ വണ്ടി സ്റ്റാർട്ടാക്കി എന്ന് പറയാനും ശഗല എന്നാണ് പറയാം. അതിൻ്റെ പ്രസൻറ്റ് ടെൻസ് എന്താണ്? അൽ മുദീർ ഷഗൽ സയ്യാറ, പാസ്റ്റ് ടെൻസായി. മാനേജർ വണ്ടി സ്റ്റാർട്ടാക്കി. ഓക്കെ, നിങ്ങൾ വണ്ടി സ്റ്റാർട്ടാക്കുന്നു. യുഷഗിലു എന്നാണ് ഷഗല യുഷഗിലു. തുഷഗിലു താങ്കൾ സ്റ്റാർട്ടാക്കുന്നു. ഓക്കെ, തുഷഗിൽ തുഷഗിൽ. പക്ഷെ ഒന്നും കേൾക്കൂല, അത് ഹൈഡായിരിക്കും. സംസാര ഭാഷയിൽ പലതും അങ്ങനെ കേൾവിക്കുണ്ടാകൂല. ഓക്കെ, അപ്പോൾ അതിലുള്ള യു ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ ഷഗിൽ എന്നുണ്ടാവുക ആണല്ലോ. ഷഗിൽ സയ്യാറ, അതാണ് അമ്ര. യു വേണ്ട, മനസ്സിലായോ? യു വേണ്ട. അപ്പം എന്തായി? അമ്രായി. ഇപ്പം ഖബ്ബറ വലുതാക്കി, കുട്ടി ആ എഴുത്തൊന്ന് വലുതാക്കി. അൽ വലത് ഖബ്ബർ, അൽ വലത് ഖബ്ബർ അൽ ഖത്ത്, ഖത്തന ലൈന് വലുതാക്കി. ഓക്കെ, ഖത്ത് ലൈന് വലുതാക്കി എന്നൊക്കെ നമുക്ക് ഈ എഴുത്തൊന്ന് വലുതാക്കൂ എന്നെങ്ങനെ പറയാം? ഖബ്ബറയുടെ പ്രസൻറ്റ് ടെൻസ് യുക്കബ്ബിർ എന്നാണ്. കബ്ബറ വലുതാക്കി, യുക്കബ്ബിറു അവൻ വലുതാക്കുന്നു, അയാളിത് വലുതാക്കുകയാണ്. ഹാദ യുക്കബ്ബിറുൽ മൗദൂ, ഇവൻ ആ വിഷയം കണ്ട് നീട്ടിവലിക്കുക എന്നൊക്കെ പറയില്ല നമ്മൾ, അതാണ് യുക്കബ്ബിർ. തുക്കബ്ബിർ താങ്കൾ വലുതാക്കി, താങ്കൾ വലുതാക്കുന്നു, തുക്കബ്ബിർ എന്നാ പറയാം. ഓക്കെ, അപ്പോൾ തുക്കബ്ബിർ എന്നില തു, യുക്കബ്ബിർ എന്നില യു അങ്ങോട്ട് ഒഴിവാക്കിയ പിന്നെ എന്താ ഉണ്ടാവുക? കബ്ബിർ. കബ്ബിർ യാ ഹബീബി. അപ്പോൾ ഈ എഴുത്തുണ്ട്, ഇതൊന്ന് വലുതാക്കിക്കളാം, ഇതൊന്ന് വലുതാക്കൂ. കബ്ബിർ ഹാദൽ ഖത്ത്. ഓക്കെ, അപ്പോൾ കബ്ബറ യുക്കബ്ബിറു. പിന്നെ നമ്മളെന്താ പറഞ്ഞത്? ശഗല യുശഗിലു. ഫഹമ മനസ്സിലാക്കിയതാണ്. ഫഹമ എന്താണ്? മനസ്സിലാക്കി. ഫഹിംനി എനിക്ക് മനസ്സിലാക്കി തരൂ. ഫഹമ മനസ്സിലാക്കി, ഫഹിംനി എനിക്ക് മനസ്സിലാക്കി തരൂ. ഓക്കെ, അറഫ പരിചയപ്പെടുത്തി. അരിഫിനി അരിഫ് പരിചയപ്പെടുത്തൂ. നീ എനിക്ക് അരിഫിനി ആങ്ക് അബൌട്ട് യു, താങ്കളെക്കുറിച്ച് എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരൂ എന്ന് പറയും. അരിഫിനി ആങ്ക്. അപ്പോൾ 4 വാക്ക് നമ്മൾ പഠിച്ചു. ഓക്കെ ആണോ? അപ്പോൾ അതിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ടെൻസ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അല്ല, പ്രസൻറ്റ് ടെൻസിൽ നിന്ന് എങ്ങനെയാണ് അമ്ര വന്നത് മനസ്സിലായല്ലോ? ഇനി അടുത്ത 3 വേറൊരു ഉദാഹരണം പറയാം നമുക്ക്. ഹെൽപ്പ് ചെയ്തു. എങ്ങനെ പറയാം? സാഅദ, ഹെൽപ്പ് ചെയ്തു. സാഅദ ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ പ്രസൻറ്റ് എങ്ങനെയാണ്? ഹെൽപ്പ് ചെയ്യുന്നു. ഹുവ യുസാഇദു, അവൻ ഹെൽപ്പ് ചെയ്യുന്നു. ലാസിം തുസാഇദ്, ഹെൽപ്പ് ചെയ്യണം. തുസാഇദ്. ഓക്കെ, ആ തു അല്ലെങ്കിൽ യു ഒഴിവാകുന്നു. അതായത് തു യു എന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഒന്ന് ഹുവയാണ്, മറ്റൊന്ന് ഇൻതയാണ്. നമ്മുടെ ചർച്ച ഇൻതയിൽ കിടക്കുന്നു. ഇൻതും മാത്രമാണ് അംറ ഹാദിറിൽ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. 3 ഉണ്ടാവുള്ളൂ. ഓക്കെ, മറ്റേ 8 വസനുണ്ട് ഇവിടെ. ആകെ എത്ര ഫോമേ ഉണ്ടാവുള്ളൂ? 3 ഫോമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ സായദ യുസായിദ്, സായിദിനി എന്നെ സഹായിക്കൂ. സാഫറ യാത്ര പോയി. സാഫിർ ബുക്ര നാളെ പോകൂ. സാഫിർ. ഓക്കെ, വേറൊരു വാക്ക് പറയാം കാബല. കാബല എന്ന് പറഞ്ഞാൽ എന്താണ്? കാബല മീറ്റ് ചെയ്തു. കാബിൽനി എന്നെ മീറ്റ് ചെയ്യൂ ബുക്ര. കാബിൽനി. അപ്പോൾ അത് പഠിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളുടെ അമ്രങ്ങനെ കാബിൽ, കാബിൽ, പിന്നെ അതേപോലെ സായിദ്,
സാഫിർ എന്നിങ്ങനെ വരും. ഓക്കെ, ഇതേപോലെ ഉള്ള മൂന്നിൽ കൂടുതലുള്ള പദങ്ങൾ പിന്നെ വാക്കുകൾ വെർബുകളും ഇങ്ങനെ തന്നെയാണ് അമ്രാക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അമ്രിൻ്റെ സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അതിൻ്റെ 3 പാർട്ട് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. 2 പാർട്ട് മാത്രമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നമുക്കത് വീണ്ടും ചർച്ച ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു, നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാൻ സഹോദരിയോട് പറയാണ്, പുരുഷനോട് പറയാം സായിദിനി, ലേഡിയോട് സായിദീനി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. രണ്ടാമത്തത് പിന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കൂ. സായിദൂന, ഓടി വരുമോ പാഞ്ഞു വരുമോ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സായിദൂന എന്നാണ് പറയേണ്ടത്. സാമിഹിനി, എന്നോട് ക്ഷമിക്കണം. മേഡം എന്നോട് ക്ഷമിക്കണം. സാമിഹീനി, എന്നോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. സാമിഹൂനി. മനസ്സിലാട്ടെന്ന് വിചാരിക്കുന്നു. എൻതും മാത്രമാണ് അവിടെയുള്ള ലമീറെന്നും അതിൻ്റെ രീതി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ കാണുക മാത്രമല്ല, ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യുക. എന്നാലേ ഇപ്പോൾ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ശുക്രൻ. അസ്സലാമു.